ഹായ് ഗൈസ്, അതായത് നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്പോട്ടിൻ്റെ മോർ ദാൻ 1500 കിലോമീറ്റേഴ്സ് ഡീപ്പ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്ന ഈ സ്പോട്ട് മുതുമലയാണ്. മുതുമലയിൽ വാച്ച് ടവറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 500-400 മീറ്റേഴ്സേ ഉള്ളൂ നമ്മൾ താമസിക്കുന്ന നമ്മളുടെ ഗസ്റ്റ് ഹൗസിലേക്ക്. അവിടെ നിന്നുള്ളൊരു പർട്ടിക്കുലർ സ്പോട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ വീഡിയോയിൽ അധികം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല മൈന്യൂട്ട് ഡീറ്റെയിൽസ്, ബട്ട് ഇതൊരു ഒന്നൊന്നര സ്പോട്ടാണ്. സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് ഒരു മലയുടെ സൈഡിൽ. ഇപ്പോൾ ഞാൻ കാണുന്ന ഈ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാണ്. അപ്പോൾ അവിടെ മല കംപ്ലീറ്റ് മൂടി നിൽക്കുകയാണ്. ചുറ്റുവട്ടത്തും കുറേ ഭാഗത്ത് നമ്മുടെ നാട്ടിൽ കാണുന്ന കൊന്നയുടെ മരങ്ങൾ നിൽക്കുന്നുണ്ട്. അതിന് താഴെ നല്ല ബുഷിയായിട്ടുള്ള ചെടികൾ നിൽക്കുന്നുണ്ട്. വൈൽഡ് അനിമൽസ് ഇഷ്ടം പോലെ വന്ന് നിൽക്കുന്ന ഒരു സ്പോട്ടാണ് ഈ കാണുന്നത്. ഒരൊന്നൊന്നര വ്യൂ ആണ്. മലയാളത്തിലെ യൂട്യൂബേഴ്സ് ആരും ചെയ്തിട്ടില്ല. അത് നമുക്ക് അഹങ്കാരത്തോടുകൂടി പറയാം. അതിനുള്ള പെർമിഷൻ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട്. അപ്പോൾ തീർച്ചയായും ഇത് നിങ്ങൾ ഈ ഒരു സ്പോട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും. കൊടുംവനത്തിൻ്റെ ഉള്ളിൽ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഓൾമോസ്റ്റ് 1500 കിലോമീറ്റർ ഇൻസൈഡ് ഡീപ്പ് ഫോറസ്റ്റിലാണ് നമ്മൾ താമസിക്കുന്നത് ഈ വീട്ടിൽ. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് വ്ളോഗ് ട്രിപ്സ് ബൈ റിയാസ് രാജ. എല്ലാവർക്കും അപ്പർ കാരക്കുടി ഗസ്റ്റ് ഹൗസിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, ഇപ്പോൾ മോർണിംഗ് 7:30 ആയിട്ടുണ്ട്. നമുക്ക് ഉള്ള വ്യൂസൊക്കെ നോക്കാം. മുൾഭാഗം കണ്ടോ? കാരക്കുടി അപ്പർ കാരക്കുടി ഗസ്റ്റ് ഹൗസിൻ്റെ സീലിംഗ് ആണിത്. ഫുൾ തേക്കാട്ടോ. അപ്പം മോർണിംഗിൻ്റെ കാലത്തുള്ള ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം. നല്ല തണുപ്പുണ്ട്. ഇന്നലെ രാത്രി ആനയുടെ ശബ്ദം കേട്ടു. പക്ഷേ ചുറ്റുവട്ടത്തൊന്നും ആനകളൊന്നും നമ്മൾ കണ്ടില്ല. നമ്മളുടെ പരിസരത്തൊന്നും കണ്ടോ? കേട്ടോ, അത് മറ്റൊന്നുമല്ല, പീക്കോക്കിൻ്റെ ശബ്ദമാണ്. ഇത് കണ്ടോ? ആനപ്പിണ്ടാണത്. ചുറ്റുവട്ടത്തും കാടാണ്. നമുക്ക് ഈ ചുറ്റുമൊന്ന് നടന്നു നോക്കാം. പുല്ലൊക്കെ ഉണങ്ങിയിരിക്കണോണ്ട് രാത്രി ക്യാമ്പ് ഫയർ ഇവർ അനുവദിച്ചില്ല. ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണത്. കാരക്കുടി ഗസ്റ്റ് ഹൗസിൻ്റെ വ്യൂ ആണ്. ഇതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് താമസിക്കുന്ന സ്ഥലം. നമ്മളെ കാർ ഈ ഒരു ഭാഗത്താണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. കണ്ടോ മയിലുകളുടെ ഒച്ച. ഹായ് ഗൈസ്, നോക്കൂ, ഒരു അടിപൊളി ദൃശ്യം കണ്ടോ? മയിൽ പീലി വിടർത്തി നിൽക്കണോ? എത്ര ഭംഗിയായിട്ട് നിൽക്കണേ നോക്കൂ മയില്. ഈ മയിലായിരുന്നു ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആശാൻ.
ഇതാണ് സൈഡിൽ നിന്നുള്ള ദൃശ്യം. സോളാർ പാനലൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് കേട്ടോ. ഇത് ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിനൊക്കെയുള്ള ടോയ്ലറ്റും കിച്ചണാണ്. ഔട്ട് സൈഡ് കിച്ചണാണത്. ഇത് രണ്ടും ഇപ്പോൾ വർക്കിംഗ്. ഈ വഴിയാണ് ആനകളൊക്കെ വരുന്ന വഴി. ശ്രദ്ധിച്ചൊന്ന് നോക്കിയേ, ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഒരാളുടെ അടി ഹൈറ്റിലാണ് ഈ ഒരു എന്താ പറയുക ഈ മുൾച്ചെടികൾ നിൽക്കുന്നത് മൊത്തത്തിൽ. ഇത് ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ കയറി നടന്ന് പോകാൻ പറ്റില്ല. ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ ചെടിയായിട്ട് തോന്നും, പക്ഷെ ഒരാൾ പൊക്കത്തിലാണ് ആ ഒരു മുൾച്ചെടി നിൽക്കുന്നത്. നമുക്കിനി താഴേക്കൊന്ന് പോയി നോക്കാം. താഴേക്ക് പോയി നോക്കാം. നോക്കി വേണം നടക്കാൻ. നോക്കി നടക്കണം. ഡോറുകളൊക്കെ തുറന്നു നടക്കുന്നുണ്ടോ? കാരണം ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ കിച്ചനായിരുന്നു. പണ്ടത്തെ കിച്ചനാണ്. അടച്ചിടാം. ഡോറുകളൊക്കെ നമുക്ക് അടച്ചിടാം. ഞാനവിടെ ഒരു സൂപ്പർ ദൃശ്യം കണ്ടു. കാണിച്ചു തരാം. മാനുകളെ കണ്ടിരിക്കുന്നു. കണ്ടോ? തൊട്ടടുത്ത മാനുണ്ടായിരുന്നു. കണ്ടോ? നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കണം. ഒന്ന്, രണ്ട്, മൂന്ന്. മാനുകളുടെ ദൃശ്യം. അതായത് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എല്ലാ മൃഗങ്ങളും വരുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഓരോ സാധനത്തിനായിട്ട് കാണാം. നേരത്തെ ഒരു വലിയൊരു പക്ഷിയെ കണ്ടു കേട്ടോ. ഒരു മയിലിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു പക്ഷീനെ. പേരറിയാത്തതുകൊണ്ട് മാത്രമേ ഞാൻ ഒന്നും പറയുന്നില്ല എൻ്റെ പേര്. കണ്ടോ എത്ര ഭംഗിയാന്ന് നോക്കി. അതായത് അവിടെയാണ് നമ്മളെ മാനുകളെ കണ്ടത്. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. തൊട്ടടുത്ത് താമസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വഴി ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ തിരിച്ച് ഈ ഒരു വഴി നമുക്ക് കയറാം. കിച്ചൺ വഴി നമുക്ക് അകത്തോട്ടേക്ക് കയറാം. കണ്ടോ? ഇതാണ് ഇൻസൈഡുള്ള വ്യൂ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കുമാർ ചേട്ടൻ്റെ കൂടെയാണുള്ളത്. ആളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നമ്മുടെ ഈ ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. ആളിവിടെ നമ്മൾക്ക് ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു തൊട്ടടുത്തുള്ള ഒരു മലയുടെ മുകളിലാണ് വ്യൂ പോയിൻ്റ് ആൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
കണ്ടോ, ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൊള്ളാല്ലേ? ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ആനിമൽസിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാം. அண்ணா எவ்வளோ டைம் இருக்கும்? கூப்பிட்டாங்க. எவ்வளோ டைம் இருக்கும்? எத்தியாச்சா? ഓക്കെ ഓക്കെ. ഞാൻ സ്പോട്ടിലേക്കുള്ള സമയമാണ് ചോദിച്ചത്. ആളിപ്പുള്ള സമയം പറഞ്ഞു നമുക്ക്. ഇൻസൈഡ് ഫോറസ്റ്റ് ഗൈസ്, നോക്കൂ ഗൈസ്, അടിപൊളിയല്ലേ? എൻ്റെ പൊന്നോ, ഒരൊന്നൊന്നര സെറ്റപ്പ് അളിയാ, ഇത് പൊളിക്കും. കണ്ടോ, കാട്ടുപന്നി വന്ന് പ്രശ്നം ഉണ്ടാക്കി പോയ സ്ഥലങ്ങളാണ്. കണ്ടോ, അതായത് മലയാളത്തിൽ യൂട്യൂബേഴ്സ് ആരും എടുക്കാത്ത വ്യൂസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ഗൈസ്, തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചേട്ടൻ, അപ്പോൾ കുമാർ ചേട്ടൻ നമുക്ക് ഇത് ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട്. കണ്ടോ, ദിസ് ഈസ് ദ വാച്ച് ടവർ. നമുക്ക് നോക്കാം, കാഴ്ചകളിലേക്ക് പോവാം. എക്സൈറ്റിംഗ് ആയിട്ടുണ്ട്, എക്സൈറ്റിംഗ്, നെക്സ്റ്റ് ലെവൽ എക്സൈറ്റ്മെൻറ്റ്. അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, ചെറിയ ചെറിയ വാതിലുകൾ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, നമ്മളെത്തി. ഓ ഗോഡ്, ഓ മാൻ, വാവ്, സീ, ഫുൾ മഞ്ഞ് മൂടി കിടക്കുന്നു. കാടിൻ്റെ ഉള്ളിൽ, കൊടും കാടിൻ്റെ ഉള്ളിൽ നോക്കൂ. ആ ഒരു ഭാഗത്ത് വൈറ്റ് കാണുന്നത് സൂര്യൻ്റെ ആ ഒരു ഇത് വന്നിട്ടാണ്. ചില ഭാഗത്ത് മാത്രം, ചില മലകളിൽ മാത്രം വൈറ്റ് കളറ് വരുന്നത്. കണ്ടോ, ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്. നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഈ ഒരു മലയുടെ കുറച്ച് ബാക്കിലാണ്. ഈ ഒരു വഴിയാണ് നമ്മൾ വന്നത്. കണ്ടോ, നോക്ക്. ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ കണ്ടോ വാച്ച് ടവറിൻ്റെ ഉള്ളിലാണ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് മോർ ദാൻ 1000 കിലോമീറ്റേഴ്സ്. ഈ ഒരു വാച്ച് ടവറിൻ്റെ ഉള്ളിൽ നിന്ന് 1000 കിലോമീറ്റർ ചുറ്റളവ് കൊടും കാടിനുള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മുതുമലയിലാണ് ഇപ്പോൾ നമ്മൾ എക്സാക്ട്ലി നിൽക്കുന്നത്. ആ ഒരു ഭാഗത്തു നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത്. കണ്ടോ, അതൊരു മലയാണ്. അവിടെ ഫോറസ്റ്റ് ഇടൊന്നും കാണാൻ പറ്റുന്നില്ല, കുറച്ചും കൂടി നീക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്പോട്ട്. കുറച്ചും കൂടി കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചീമൊക്കെ ഫുൾ പൂത്ത് നിൽക്കുകയാണ്. കണ്ടോ, പിന്നെ കൊടും കാടാണ്. കണ്ടോ, കാട് അറ്റം വരെ കാടാണ്. നമ്മുടെ കണ്ണെത്താ ദൂരത്ത് കാടാണ്. കണ്ടോ, അവിടെയും കണ്ണെത്താ ദൂരത്ത് കാട്. ചുറ്റുവട്ടത്തും കാട്. ഫോറസ്റ്റ് ഗാർഡിൻ്റെ ഒരു ചെറിയൊരു വീട് നമുക്കവിടെ കാണാം. ഒരു ചെറിയ വീട്. അതിന് പിന്നെ നമ്മൾ താമസിക്കുന്നത് ആ ഒരു ഭാഗത്താണ് നമ്മൾ താമസിക്കുന്നത്. കണ്ടോ, ഒരൊന്നൊന്നര സെറ്റപ്പ്. വാവ്.
ഗൈസ്, അപ്പോൾ നമ്മൾ ഇറങ്ങാണ്, ചെറിയ രീതിയിൽ ഇറങ്ങണം. നമുക്ക് കുമാരനെ ഇന്നത്തെ കാഴ്ച നിങ്ങൾ കാണിച്ചു തന്നതിൽ വളരെയധികം താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളുടെ യാത്രകൾ ഇവിടെ അവസാനിച്ചു. കണ്ടോ വാച്ച് ടവർ, ഒരൊന്നൊന്നര വ്യൂ അല്ലേ വാച്ച് ടവർ. ചെടികൾ, കുറ്റിച്ചെടികളാണ്, ഞാൻ പറഞ്ഞില്ല, കുറ്റിച്ചെടികൾക്കിടയിലൂടെ നമ്മൾ പോവുകയാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. കുമാരൻ അണ്ണൻ്റെ കൂടെ നമ്മളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചു പോവാണ്. കാടിൻ്റെ കണ്ടോ പൂക്കൾ നോക്കി, അടിപൊളിയായിട്ടില്ലേ? ആരും കാണാത്ത പൂക്കൾ, അടിപൊളി സ്ഥലം. അണ്ണ ഇതെന്താ ഇത് വന്ന് എന്നാ? ആ, എറുമ്പ്. ഓക്കെ. കണ്ടോ, ആ കാണുന്നുണ്ടോ? അത് ഉറുമ്പിൻ്റെ കൂടാണ്. നമ്മൾ നാട്ടിൽ കാണുന്ന പോലെയല്ല, ക്ലേ കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അണ്ണാ, இந்த ஏரியாவில் என்னென்ன ஆனிமல்ஸ் இருக்கும்? இந்த ஏரியாவில் ടൈഗർ, ആന, കരടിയൊക്കെയാണ് ഈ ഒരു സ്പോട്ടിലുള്ള മെയിൻ ആൾക്കാരെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞത് ആൾക്ക് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വന്നിരിക്കുന്നത് ആനയുടെ കയ്യിൽ നിന്നാണ് ആൾക്ക് അറ്റാക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് ആൾ പറയുന്ന ആനിമൽസ് ഒന്ന് കരടിയാണ്, അതുപോലെ തന്നെ വൈൽഡ് ഡോഗ്സും. ഈ രണ്ടുമാണ് ആൾ പറയുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽ. നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു 3 വീക്സിന് മുന്നിൽ ആളൊരു ടൈഗറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ്, അവിടെ എന്തോ അനങ്ങുന്നുണ്ട് കേട്ടോ, എന്തോ അനങ്ങുന്നു. പുലി ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഈ ഒരു കാട്ടിൽ ഇഷ്ടം പോലെ പുലികളുണ്ട്. ബട്ട് ഇതേപോലെ ബുഷിയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ടൈഗറും പുലിയും മനുഷ്യരെ അറ്റാക്ക് ചെയ്യൽ കുറവാണെന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കാണുമ്പോൾ അവർ പെട്ടെന്ന് ഓടി ഒളിക്കുന്നതാണ് പറഞ്ഞത്. കണ്ടോ, ആനപ്പിണ്ടം, കൊടുങ്കാട്. അണ്ണാ അങ്ങേ എന്നാ ഇருக்கு അങ്ങേ? ഓക്കെ. അന്ത ഏരിയയിലാണ് വെള്ളത്തിൻ്റെ ഒരു സ്പോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് പേരയിലയാ? ഇത് കൊയ്യാപ്പഴമാണത്. കണ്ടോ, കൊയ്യാപ്പഴത്തിൻ്റെ ഒരു മരം നിൽക്കുന്നുണ്ട്. ഇത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് നിർമ്മിച്ചതാണ് ഈ ഒരു ബംഗ്ലാവ്. അപ്പോൾ ആ ഒരു സമയത്ത് അവരവരുടെ കുതിരകളെല്ലാം പൂട്ടിയിരുന്ന ഇവിടെയാണ്. കുതിരലായി വരുന്നത്, ചെറിയ കുതിരലായി വരുന്നത്. ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലം. കുമാരണ്ണന് 40 വയസ്സായി. ആൾ ഇവിടെ തന്നെയുള്ള ഒരാളാണ്. അത്യാവശ്യം 12 വർഷമായിട്ട് ഈ ഗസ്റ്റ് ഹൗസിനെ നോക്കുന്നത് ആളാണ്. 12 വർഷമായിട്ട് ഈ കാട്ടിൽ തന്നെ ജീവിക്കുന്ന ആളാണ് കുമാർ ചേട്ടൻ. 40 വയസ്സായി, ഇവിടുത്തെ ഒരാൾ തന്നെ. നമ്മളെ ഫുൾ ഹെൽപ്പൊക്കെ ചെയ്യുന്നത് കുമാർ ചേട്ടനാണ്. മനോഹരമായ കാഴ്ചകൾ, അടിപൊളി കാഴ്ചകൾ. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് ഓൾമോസ്റ്റ് 1000 മീറ്റർ എബോവ് ആണ് സീ ലെവലിൻ്റെ.
17 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചെറിയ രീതിയിലുള്ള മിസ്റ്റ്. കണ്ടോ, സൂര്യൻ ഉദിച്ചു വരുന്നു. ബാക്കിൽ മയിലിൻ്റെ ശബ്ദം. ചെറിയൊരു കുന്നോടെ കാണുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഡ്രൈ സീസണാണ്. പുല്ലൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി ഇവർ ക്യാമ്പ് ഫയറിങ് അലോ ചെയ്തില്ല. ആനയുടെയും അതുപോലെ തന്നെ മാനുകളിലൊക്കെ കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ആനപ്പിണ്ടൊക്കെ നമുക്കിവിടെ കാണാം. ആനിമൽസൊക്കെ വന്ന് പോയതിൻ്റെ പാടുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഗൈസ് നമ്മുടെ ചുറ്റും കാടാണ്. കണ്ടോ, കാടാണ്. വൈൽഡ് ആനിമൽസിനെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്പോട്ട് ചെയ്യാം. 1500 കിലോമീറ്റർ ഇൻസൈഡുള്ള കാടിൻ്റെ നടുവിലുള്ള ഒരു ബംഗ്ലാവിൻ്റെ ഉള്ളിൽ, ബ്രിട്ടീഷുകാർ പണിത ഒരു ബംഗ്ലാവിൻ്റെ ഉള്ളിലാണ് നമ്മൾ താമസിക്കുന്നത്. ഈ കാണുന്നത് ആന പ്രശ്നമുണ്ടാക്കി പോയ സ്ഥലമാണ്. ആനപ്പിണ്ടം നമുക്ക് കാണാം. വൈൽഡ് ആനിമൽസ്, എല്ലാ വൈൽഡ് ആനിമൽസും വരുന്ന സ്ഥലമാണത്. അപ്പോൾ എല്ലാവർക്കും കാഴ്ചകളിലേക്ക് സ്വാഗതം. ആനകൾ വന്ന് കഴിഞ്ഞാൽ ആനിമൽസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് എന്തായാലും ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അടച്ചു വെച്ചേക്കാണ്. ആനിമൽസ് വന്ന് എനിക്ക് പണിയിട്ടു. പിന്നെ ഒരു ട്രാവൽ ടിപ്പ് ഉണ്ട്. അതായത് ഇന്ന് നമ്മളുടെ കാറിൻ്റെ കീ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 1 hour നമ്മൾ കംപ്ലീറ്റ്ലി തറോ ചെക്ക് ചെയ്തു. അപ്പോൾ എല്ലാ ആൾക്കാരും ഫോറസ്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡിങ് കാർ കീയൊക്കെ നമ്മൾ സേഫ്റ്റി ആയിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടാവാം. അപ്പോൾ കീപ് വാച്ചിങ്. സമയം 11:30 ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ഈ ഒരു റെസ്റ്റ് ഹൗസിൽ നിന്ന് പോവുകയാണ്. വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു വഴിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ബൈ ടു അപ്പർ കാരക്കുടി റെസ്റ്റ് ഹൗസ്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ്ലി വുഡിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരാനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടിച്ച് അകത്തേക്ക് കയറാൻ പറ്റും. അധികം സ്ട്രോങ് അല്ല ഈ ഒരു വീട്. ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ സ്റ്റേ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളങ്ങനെ വയനാടേക്ക് പോവുകയാണ്. അപ്പോൾ വയനാട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോറസ്റ്റിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത്യാവശ്യം വരാനും സ്റ്റേ ചെയ്യാനും പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ വയനാടൻ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുമാരൻ എൻ്റെ അടുത്ത് ബൈ പറഞ്ഞ് നമ്മൾ പോവാണ്. ബൈ.